നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നിലവിൽ ജനനം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് പുതുതായി ജനനം രജിസ്റ്റർ ചെയ്യൽ, ജനന സർട്ടിഫിക്കറ്റിൽ സ്വന്തം പേര്, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേര്, മറ്റ് കാര്യങ്ങൾ എങ്ങനെ തിരുത്താം, അതിനിപ്പോൾ ഒരു അവസരം വന്നിട്ടുണ്ട്. ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, നമ്മുടെ ആധികാരിക രേഖയാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്. നമ്മുടെ ജനനം തെളിയിക്കുന്ന, ജനനത്തീയതി തെളിയിക്കുന്ന ഈ രേഖ ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടായിരിക്കും. എന്നാൽ പ്രത്യേകിച്ച് 30 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കെല്ലാം അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരിക്കാം. ജനന സമയത്ത് നമ്മൾ കൊടുക്കുന്ന രേഖ ആയതുകൊണ്ട് തന്നെ അതിലെ തെറ്റുകൾ പിന്നീട് നമ്മൾ ചിലപ്പോൾ തിരുത്താൻ സാധിക്കാറില്ലായിരുന്നു. നമ്മുടെ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഒട്ടുമിക്ക ആളുടെയും ജനന സർട്ടിഫിക്കറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ പേരിൻ്റെ കൂടെ ഇനീഷ്യൽ അതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ പേരിൻ്റെ കൂടെ മലയാളത്തിലുള്ള പേരും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ പേര് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും. അതും അവരുടെ പേരിൻ്റെ കൂടെയും സർനെയിം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പലതിലും പല പേരുകളും പല രൂപത്തിലുമായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. അതുപോലെ തന്നെ ജനനം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ജനനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നീട് പല കാരണം കൊണ്ടും പല സമയം കൊണ്ടും ജനനം നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഇപ്പോൾ 1 രൂപയും പ്രതിഫലം വാങ്ങാതെ തന്നെ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി നമുക്ക് നമ്മുടെ ജനനം ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന് കൂടുതൽ കാര്യങ്ങളുടെ ആവശ്യമില്ല. നമ്മുടെ ജനനത്തീയതി മാത്രം മതി. നമുക്ക് ജനനത്തീയതിയും ജനനം രജിസ്റ്റർ ചെയ്ത സ്ഥലത്തിൻ്റെ പേര് മാത്രം ലഭിച്ചാൽ മതി. നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നമുക്ക് PDF രൂപത്തിലെടുക്കുകയും പിന്നീട് നമുക്കത് ഒറിജിനൽ തന്നെയായി യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായി വന്ന ജനിച്ച കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ നമ്മൾ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാകില്ല. ഒട്ടുമിക്ക ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിയുടെ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യും. പക്ഷേ അതിൽ പേര് രേഖപ്പെടുത്താതെ ആയിരിക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുക. ഇങ്ങനെയുള്ള ആളുകൾ പിന്നീട് അത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു സർട്ടിഫിക്കറ്റിൽ ഇപ്പോൾ പേര് ആഡ് ചെയ്യാൻ സാധിക്കും. ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കാം. അത് അല്ലാത്ത ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന ചെയ്യാം. ഇനി നമ്മൾ പ്രവാസികളായ ആളുകൾ, വീട്ടിൽ നിന്നും അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ട് പോകാൻ സാധിക്കാത്ത ആളുകൾക്കെല്ലാം നമ്മൾ വാട്സപ്പ് മുഖാന്തരം നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ സേവനവും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ വഴിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ കൂടെ ഓഫ്ലൈൻ വഴിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ യൂട്യൂബിലാണ് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും. ഫേസ്ബുക്കിൽ അങ്ങനെ സൗകര്യമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ യൂട്യൂബിൽ ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ ലിങ്ക് ഞാനിതിൽ കൊടുക്കാം. ഇൻഫർമേഷൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നമ്മുടെ വാട്സപ്പ് നമ്പർ മുകളിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ മെസ്സഞ്ചറുമായി ബന്ധപ്പെട്ടാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാം. വാട്സപ്പിൽ കാണുന്ന ആൾക്കാർക്കാണ് മെസ്സഞ്ചറുമായി ബന്ധപ്പെടാൻ ഉണ്ടാവുക. അതുപോലെ തന്നെ പുതിയ ജനം രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് 30-40 വയസ്സുള്ള ആളുകൾ ജനം രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് പുതിയതായി ജനം രജിസ്റ്റർ ചെയ്യാൻ നമുക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഓഫ്ലൈനുമായി ചെയ്യേണ്ടതും ആവശ്യമുണ്ടായിരിക്കും. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളെല്ലാം സർട്ടിഫിക്കറ്റ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്തതായിരിക്കാം. പിന്നീട് അതിലെ തെറ്റുകൾ ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തുകൾ ശ്രദ്ധിക്കാതെ, മാതാപിതാക്കളുടെ ശ്രദ്ധിക്കാതെ എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് തന്നെ കൊണ്ടു നടക്കുന്ന ഒരുപാട് പ്രവാസികളായ ആളുകൾ നമ്മുടെ വീഡിയോ കാണാറുണ്ട്. നിങ്ങൾക്ക് തന്നെ ജനന സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളെ ഒന്നും ഇല്ലാത്തവരും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വാട്സപ്പുമായി ബന്ധപ്പെടാൻ നമ്മൾ ചെയ്തു തരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.